ഹലോ ഗൈസ്, എല്ലാവർക്കും ജാസ് ടെക് സമൂഹിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലാണ്. അപ്പം ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അധികം സമയം വൈകാതെ നമുക്ക് പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം പള്ളിയിലേക്കുള്ള എൻട്രൻസിനായിട്ട് നമ്മൾ ഈ കവാടം കടന്ന് ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതെല്ലാവരും വിശേഷിപ്പിക്കാർ ഭൂമിൻ്റെ അടിയിലുള്ള ഒരു മാളായിട്ടാണ്. ഒരു അടിപൊളി സംഭവം കേട്ടോ. അപ്പം മാളിൻ്റെ ഈ വിശ്വാസം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പള്ളി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് കൊടുക്കാം. അപ്പം പള്ളിയിലേക്ക് എൻട്രൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ഇതിലെല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ പള്ളിയിലേക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളും ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളും എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പള്ളീൻ്റെ ഉള്ളിൽ ചില ആക്ഷനുകളൊന്നും ചെയ്യാൻ പറ്റില്ല, ചില വിരലുകൾ അങ്ങനെ വെക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റി ചെക്കാണ്. അതുപോലെ എപ്പോഴാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയതുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലിഫ്റ്റിൻ്റെ ഒക്കെ രണ്ട് സൈഡിലായിട്ടിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതാണ് വെള്ളം അല്ലെങ്കിൽ ഏതാണ് ഒറിജിനലായിട്ട് അവിടെ രൂപമുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അത്രക്കും തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ചില ടൈംസിൽ സൈഡിലൊക്കെ നമ്മൾ ഫൗണ്ടൻസ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ കഴിച്ച് നമുക്ക് അബ്ലൂഷനുള്ള ഏരിയ വരുന്നത് താഴോട്ടേക്കാണ്. അപ്പോൾ അതുകൂടെ നമുക്കൊരു എസ്കലേറ്റർ കാണാം. അതുപോലെ ഈ കാണുന്നത് ഒരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സെറ്റപ്പ് ആട്ടോ. ഒരു വെറൈറ്റി ആക്കാനുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയാണ് നമുക്ക് അബ്ലൂഷൻ ആയിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടാപ്സ് വരുന്നത് സെൻസറുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആ QR കോഡ് ഉണ്ടല്ലോ, നമ്മളിവിടെ കാണിച്ചു കൊടുത്തിട്ട് കയറാണ് ചെയ്യാം. അതുപോലെ തന്നെ നിസ്കാര സമയമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിക്കകത്തുള്ള മെയിൻ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ ഷാൻലിയർ ലൈറ്റ്. അപ്പോൾ ഈ ഷാൻലിയർ ലൈറ്റ് പറയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഷാൻലിയർ ലൈറ്റിൽ ഒന്ന് തന്നെയാണ് ഇത്. അതുപോലെ ഏകദേശം 12 ടൺ ഭാരവും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓടും അതുപോലെ 24 കാരറ്റ് സ്വർണവുമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ജർമ്മനിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിക്കകത്തുള്ള ഈ കാർപ്പറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് തയ്ച്ച ഒരു കാർപ്പറ്റാണിത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ 1200 വർക്കേഴ്സ് 2 കൊല്ലം പണിയെടുത്തിട്ടാണ് ഈ കാർപ്പറ്റ് തയ്ച്ചത് റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ പള്ളിക്കകത്ത് കാണുന്ന ഈ തൂണുകളെല്ലാം മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ കാണുന്ന കുറേ പൂക്കളെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം മാർബിൾ കൊണ്ട് തന്നെയാണ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന കവാടമാണ് പള്ളിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ ഇത് താൽക്കാലികമായി ഇവർ ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിസിറ്റേഴ്സിൻ്റെ സമയമുണ്ട്. അതുപോലെ തന്നെ പള്ളിക്കകത്തുള്ള മിമ്പർ, അതുപോലെ മിഹ്റാബ്, കിബിലവാടി, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ.
അവസാനമായി നമുക്ക് നമ്മളെ ഈ മാളിലെ ചില വിശേഷങ്ങൾ കൂടി കാണാം.